أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه، ونصلي ونسلم على سيد المرسلين وعلى آله وصحابته أجمعين ومن تبعهم بإحسان إلى يوم الدين. സ്റ്റേജിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഖുർആനെ പറ്റി പറയാനും കേൾക്കാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഹസനത്ത്, ചില ഹദീസുകൾ പ്രകാരം 10 ഹസനത്ത്, 10 നന്മകളുടെ കൂലി ഓരോ അക്ഷരത്തിനും കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഖുർആൻ, ആ ഖുർആനെ പറ്റി പറയാനും കേൾക്കാനും ഒരുമിച്ച് കൂടിയവർ എന്ന അർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും പരലോകത്ത് ഖുർആൻ ഷഫാഅത്ത് പറയുന്ന, ശുപാർശ പറയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ സമ്മേളനത്തിലെ മുഖ്യാതിഥിയായ സഹോദരി ഫാത്തിമ ശബരിമാലയുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശപൂർവം പുറത്ത് ഉള്ള ഒരു വലിയ സദസ്സ് ഞാൻ കണ്ടു. ആവേശപൂർവം അവരുടെ പ്രസംഗം ശ്രദ്ധിക്കുന്ന സദസ്സ്. ഇത്ര അധികം ആളുകൾ ഈ സമ്മേളനം വലിയ ഒരു കാര്യമായി എടുത്തുകൊണ്ട് ഇവിടെ സംബന്ധിച്ചിട്ടുള്ളത് ഇത് പരിശുദ്ധ ഖുർആനെ പറ്റിയുള്ള ഒരു സമ്മേളനമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഖുർആനെ പറ്റി ലോകത്ത് എവിടെ ഏത് സമ്മേളനങ്ങൾ നടക്കുമ്പോഴും അതിൽ സാധാരണ സമ്മേളനങ്ങളെക്കാൾ ആളുകൾ സംബന്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചത്, ഇവിടെ വന്ന ഈ ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടി കഴിഞ്ഞു പോയിട്ട് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഹാളിലും പുറത്തുമുള്ള ശ്രോതാക്കൾ നമ്മളെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്താൽ തന്നെ ഖുർആൻ കേരളത്തിൽ ഒരു വലിയ സംഭവമായിരിക്കും. പക്ഷേ അങ്ങനെ ഖുർആൻ ഒരു സംഭവമാക്കുന്നതിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. വളരെ വിചിത്രമാണ് നമ്മുടെ ഖുർആൻ്റെ അവസ്ഥ, അത്ഭുതകരമാണ്. ലോകത്ത് ഇത്രയധികം അച്ചടിച്ചിറങ്ങുന്ന വേറെ ഒരു ഗ്രന്ഥം ഇല്ല. ഇത്രയധികം ആളുകൾ വായിക്കുന്ന വേറെ ഒരു ഗ്രന്ഥം ഇല്ല. ഇത്രയധികം ആളുകൾ സൂക്ഷിച്ചു വെക്കുന്ന വേറെ ഒരു ഗ്രന്ഥം ഇല്ല. നമുക്കെല്ലാവർക്കും ആ ഖുർആനോടുള്ള ആദരവ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എത്ര ആദരവാണ്. എല്ലാവരുടെയും വീടുകളിൽ
ഒന്നും രണ്ടുമല്ല, ദശക്കണക്കിന് മുസ്ഹഫുകളുണ്ട്. പോരാത്തതിന് നമ്മുടെ ഫോണിൽ മുസ്ഹഫുകളുണ്ട്. ലോകത്തുള്ള മുസ്ലിം ഗവൺമെൻറ്റുകൾ കോടിക്കണക്കിന് ഖുർആൻ്റെ കോപ്പികൾ അച്ചടിച്ച് സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ആളുകൾ നിരന്തരമായി പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ലോകത്ത് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് വളരെ വിചിത്രമാണ് നമ്മുടെ ഈ വേദഗ്രന്ഥത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇത്രയധികം മനസ്സിലാക്കപ്പെടാതെ വായിക്കുന്ന വേറെ ഒരു ഗ്രന്ഥം ലോകത്തുണ്ടാവില്ല. മനസ്സിലാക്കപ്പെടാതെ വായിക്കുന്ന വേറെ ഒരു ഗ്രന്ഥം ലോകത്തുണ്ടാവില്ല. നമ്മൾ എന്ത് വായിക്കുമ്പോഴും മനസ്സിലാക്കിയിട്ടാണ് വായിക്കുന്നത്. പക്ഷേ ഖുർആൻ മനസ്സിലാക്കി വായിക്കണമെന്ന് നമ്മുടെ സമുദായത്തിന് ഒരു നിർബന്ധവുമില്ല. ജീവിതത്തിൽ ആ ഖുർആന് എന്തെങ്കിലും ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലെ ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷമല്ല. ഇങ്ങനെ വന്നതോടുകൂടി ശത്രുക്കൾ വലിയ ആകാംക്ഷയോടുകൂടിയും ഭീതിയോടും കൂടിയും കണ്ടിരുന്ന ഒരു വേദഗ്രന്ഥം മുസ്ലിങ്ങളുടെ കയ്യിൽ ഒന്നുമല്ലാത്ത ഒരു വെറും പുസ്തകമായി തീരുകയും അവർ ബർക്കത്തിനും അള്ളാഹുവിൻ്റെ കൂലി അന്ധമായി വാങ്ങിച്ചെടുക്കുവാനും വേണ്ടി മാത്രം വായിക്കുന്ന ഓതുന്ന ഒരു മുസ്ഹഫായിട്ട് ഖുർആൻ മാറുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചത്. മഹാനായ ഷഹീദ് സയ്യിദ് ഖുത്ബിന് ഒരു ചെറിയ പുസ്തകമുണ്ട്. ദിറാസാത്തുൻ ഇസ്ലാമിയ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഞാൻ സയ്യിദ് ഖുത്ബിനെ പറ്റി പറയുന്നത്, അദ്ദേഹം ഈ പുതിയ കാലഘട്ടത്തിലെ ഒരു റജുലുൽ ഖുർആനി, ഒരു ഖുർആനിക മനുഷ്യനായിരുന്നു. ഖുർആനിൽ ഊട്ടപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഫീ ദലാൽ ഖുർആൻ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും. ഫീ ദലാൽ ഖുർആൻ വായിക്കാതെ നിങ്ങൾക്ക് ഖുർആൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ അറബി അറിയുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഖുർആൻ ഖത്തം തീർക്കുന്നതിന് പകരം ഓരോ ദിവസവും ഫീ ദലാൽ ഖുർആൻ്റെ കുറച്ച് ഭാഗങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അറബി അറിയാത്തവർ അതിൻ്റെ മലയാളം വായിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് മുഴുവൻ കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും കിട്ടും. ഫീ ദലാൽ ഖുർആൻ വായിക്കുമ്പോഴാണ് നിങ്ങൾ ഖുർആൻ്റെ തണലിൽ ജീവിക്കുന്നു എന്ന ഒരനുഭവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നത്. ഈ ഫീ ദലാൽ ഖുർആൻ്റെ കർത്താവ് ഞാൻ നേരത്തെ പറഞ്ഞ ദിറാസാത്തുൻ ഇസ്ലാമിയ എന്ന കൃതിയുടെ ഒരധ്യായത്തിൽ, ആ അധ്യായത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് ഇന്തിസാർ മുഹമ്മദ് ബിൻ അബ്ദില്ല, മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ വിജയം എന്നുള്ളതാണ്. ആ പുസ്തകത്തിൽ, ആ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് ഖുർആനെ കുറിച്ചാണ്. പറഞ്ഞു വന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിപ്ലവത്തിൻ്റെ വിജയം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആനിൽ നിന്ന് മനുഷ്യരുടെ കോപ്പികൾ എടുത്തപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചത്. ഖുർആൻ അറേബ്യയിൽ 2 കാലിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിപ്ലവം വിജയിച്ചത്. ഇന്നൽ മുസ്ഹഫ വഹദഹു ലാ യഅമലു ഇല്ലാ ഹത്താ യകൂന റജുല. മുസ്ഹഫിന് മാത്രമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അതൊരു മനുഷ്യനാകുന്നത് വരെ എന്നാണ് അദ്ദേഹം പറയുന്നത്. നുസൂസിന്, ആയത്തുകൾക്കും ഹദീസുകൾക്കും ലോകത്ത് ഒരു വിപ്ലവവും സൃഷ്ടിക്കാൻ കഴിയില്ല. അത് മനുഷ്യർ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് വരെ. എന്നതുപോലെ മുസ്ഹഫിന് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതൊരു മനുഷ്യനാകുന്നത് വരെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅള് പറയുവാനല്ല, വഅള് പറയുവാനല്ല, മനുഷ്യരുണ്ടാക്കുവാനാണ് ശ്രമിച്ചത്. പ്രവാചകൻ ഖുതുബകൾ അലങ്കരിക്കുവാനല്ല, പകരം സമൂഹങ്ങളെ സൃഷ്ടിക്കുവാനാണ് ശ്രമിച്ചത്. പ്രവാചകൻ ഇസ്ലാമിനെ ഒരു തത്വശാസ്ത്രമായിട്ട് അവതരിപ്പിച്ച് അവസാനിപ്പിക്കുകയല്ല, ആ തത്വശാസ്ത്രത്തിൻ്റെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാനാണ് മുൻഗണന കൊടുത്തത്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചത് എന്ന് സ്ഥാപിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ മനുഷ്യരായ 2 കാലുകളിൽ മനുഷ്യരുടെ കോപ്പികൾ റസൂല് ഖുർആനിൻ്റെ കോപ്പികൾ മനുഷ്യരായിട്ട് ഖുർആൻ്റെ കോപ്പികൾ എടുക്കുകയും മുസ്ഹാഫുകൾ ഖുർആൻ വിശുദ്ധ ഖുർആൻ 2 കാലിൽ മദീനയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ഇസ്ലാമിക വിപ്ലവം വിജയിച്ചത്. ആ മുസ്ഹാഫുകൾ പിന്നെ മദീനയും മക്കയും വിട്ട് ജസീറത്തുൽ അറബ് വിട്ട് ലോകത്ത് മുഴുവനും 2 കാലിൽ സഞ്ചരിക്കുന്ന മുസ്ഹാഫുകൾ ഉണ്ടായപ്പോൾ ഇസ്ലാം അതിശീഘ്രം ലോകത്തെ കീഴടക്കി എന്ന് അദ്ദേഹം ആ കൃതിയിൽ സ്ഥാപിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് സയ്യിദ് ഖുത്ബ് പറയുന്നത്. നമ്മൾ ഖുർആനെ സംബന്ധിച്ച് കുറേ സംസാരിക്കുന്നു, കുറേ വായിക്കുന്നു. ഖുർആനെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ എവിടെയാണ് ഖുർആൻ? ഖുർആൻ വരുത്തിയ വിപ്ലവത്തെ സംബന്ധിച്ച് നമ്മൾ ഘോരഘോരം പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഖുർആൻ അറേബ്യയിലുണ്ടാക്കിയ അത്ഭുതങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രസംഗിക്കാനുണ്ട്. ഈ ഖുർആൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അംഗീകരിച്ചതിനെ സംബന്ധിച്ച് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. ഈ ഖുർആൻ ഉയർത്തിയ വെല്ലുവിളി ഒരാൾക്കും സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് നമ്മൾ അഭിമാനിക്കാറുണ്ട്. ഈ ഖുർആൻ മുഅ്മിനീങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. മഹാനായ പ്രവാചകൻ ഈ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ് കരഞ്ഞ് താടിയിലൂടെ കണ്ണുനീരൊഴുകി റസൂലിൻ്റെ കുപ്പായം മുഴുവനും നനഞ്ഞ് എത്ര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സങ്കടത്തോടും വേദനയോടും കൂടിയാണ് ഖുർആനിൻ്റെ വചനങ്ങൾ എത്ര മനസ്സിൽ തട്ടിയാണ് പ്രവാചകൻ പാരായണം ചെയ്തത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദാഹരണം പറയാറുണ്ട്. അബൂബക്കറിൻ്റെ ഖുർആൻ പാരായണത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. മക്കയിലേക്ക് ആട്ടി പുറത്താക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ ശത്രുക്കൾ പറയുന്നത് ഖുർആൻ പരസ്യമായിട്ട് ഓതരുത്, ലാ തസ്മഉ ലിഹാദൽ ഖുർആനി, ഖുർആൻ കേൾക്കരുത്. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഖുർആൻ പാരായണത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഇന്ന അദാബ റബ്ബിക ലവാഖിയ മാ ലഹു മിൻ ദാഫിയ, നിന്റെ റബ്ബിൻ്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും, തടയാൻ ആർക്കും പറ്റൂല എന്ന ആയത്ത്, ഒരൊറ്റ ആയത്ത് രാത്രി സഞ്ചരിക്കുമ്പോൾ ഒരു സഹാബിയുടെ വീട്ടിൽ നിന്ന് ഈ ആയത്ത് കേട്ടിട്ട് 20 ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് സുഖമില്ലാതെ കിടന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലാൻ വരുമ്പോഴും രക്തസാക്ഷിത്വത്തിൻ്റെ മുമ്പിലിരിക്കുന്നത് ഖുർആൻ ഓതിക്കൊണ്ടാണ്. അത് പിന്നിപ്പറിഞ്ഞ മറിച്ച് പിന്നിപ്പറിഞ്ഞ ഒരു ഖുർആനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖുർആൻ. അവസാനം വെട്ടേറ്റ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ രക്തം മുസ്ഹാഫിലേക്ക് തെറിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ എത്രയെത്ര ഖുർആന്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് നമ്മൾ അഭിമാനം കൊള്ളുന്നു. പക്ഷെ എവിടെയാണ് ആ ഖുർആൻ? ആ ഖുർആനെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേപ്പറ്റി നമ്മൾ വായിക്കുകയും പ്രസംഗിക്കുകയും പരീക്ഷകളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ ഖുർആൻ 2 കാലിൽ സയ്യിദ് ഖുത്ബ് പറഞ്ഞ 2 കാലിൽ നടക്കുന്ന ഖുർആനുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇതാണ് ഖുർആൻ ഈ കാലഘട്ടത്തിൽ വിജയിക്കാത്തതിൻ്റെ രഹസ്യം. നമ്മളും ഒരു ഖുർആൻ സമ്മേളനം നടത്തി തിരിച്ചു പോയിട്ട് സഹോദരന്മാരെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഖുർആൻ 2 കാലിൽ നടക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഖുർആനെ മാറ്റിയെടുക്കുവാൻ ഈ ഹാളിൽ കൂടിയ ചുരുങ്ങിയ ആളുകൾ വിചാരിച്ചാൽ കേരളത്തിൽ അതോടുകൂടി ഖുർആൻ വിപ്ലവം സാധ്യമായി. നമുക്കങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ അത് സംഭവിച്ചല്ലോ. ഇപ്പം അത് സംഭവിച്ചു. ലോകത്തിൻ്റെ ഈ ലോകമായ ലോകം മുഴുവനും 200 മില്യൺ 200 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ടും അവർ നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്തിട്ടും
സകല പള്ളി മെമ്പറുകളിലും മിനാരങ്ങളിലും മിഹ്റാബുകളിലും ഫോണുകളിലും ടിവികളിലും റേഡിയോകളിലും ലോകത്ത് മുഴുവനും ഖുർആൻ പാരായണം മുഴങ്ങിയിട്ടും ഈ ഖുർആൻ ലോകത്ത് ഒരു മാറ്റവും ഉണ്ടാക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ, ലോകത്തിൻ്റെ ഒരു ചെറിയ തുരുത്തിൽ 365 ചതുരശ്ര കിലോമീറ്റർ വരുന്ന വളരെ ചെറിയ ഒരു തുരുത്തിൽ ഖുർആൻ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നത് നമ്മൾ നേർക്കുനേരം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗസ എന്നാണ് ആ തുരുത്തിൻ്റെ പേര്. ഇവിടെ മുമ്പ് അത് ഒരു പക്ഷേ പലരും സൂചിപ്പിച്ചിട്ട് കാണും. ഒരു സമൂഹം എങ്ങനെയാണ് ഖുർആൻ കൊണ്ട്, ഖുർആനുമായി കെട്ടിപ്പിണഞ്ഞ്, ഖുർആനിൽ പരന്ന്, ഖുർആനെ ആഘോഷിച്ച്, ഖുർആനെ കൊണ്ടാടി, ഖുർആൻ കൊണ്ട് ലോകത്ത് മുഴുവനും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു 22 ലക്ഷം വരുന്ന ഒരു സമൂഹം ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ നടക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 1500ഓളം ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഉൾപ്പെടുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളെ ഹമാസ് വളരെ ആഘോഷപൂർവ്വം ആദരിച്ചു. 1500ഓളം ആളുകൾ ഖുർആൻ പഠിച്ചത്, ഖുർആൻ മനഃപ്പാഠമാക്കിയത് ആദരിച്ചു. അത് നമ്മളെ പോലുള്ള ഒരു ഖുർആൻ പഠനമല്ല. തർത്തീലൻ വ തജ്വീദൻ വ തഫ്സീറൻ, ഖുർആന്റെ തെർത്തീല്, ഖുർആൻ ഓതേണ്ടതുപോലെ ഓതുകയും ഖുർആന്റെ തജ്വീദ് നിയമപ്രകാരം ഓതുകയും, തഫ്സീറൻ ഖുർആന്റെ ഓരോ അവർ പഠിച്ച വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ സഹിതം മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഖുർആൻ പഠിച്ചിട്ടുള്ള 1500ഓളം ആളുകൾ. ഗസയിലെ ഒരു സ്ഥിരം സംഭവമാണത്. നമ്മൾ ഈ ഖുർആൻ സമ്മേളനം നടത്തുന്നത് പോലെ അവർ ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ പഠിച്ച ആളുകളെ വിളിച്ചു ചേർത്ത് ആദരിക്കും. അതിൽ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളുമുണ്ട്. അവരിൽ ജയിലിൽ പോകുന്ന ആളുകൾ, പല ആളുകളും ജയിലിൽ പോയി 10ഉം 20ഉം 30ഉം വർഷം ജയിലിൽ കഴിയുന്ന ആളുകൾ തിരിച്ചു വരുന്നത്, 40ഉം 20 വയസ്സിൽ ജയിലിൽ പോയ ആളുകൾ 40ഉം 50ഉം വയസ്സിൽ തിരിച്ചു വരുന്നത് ഖുർആൻ ഹാഫിളുകളായിട്ടാണ്, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടാണ്. അങ്ങനെ ജീവിതം മുഴുവനും ഖുർആനുമായി ബന്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലോകം കണ്ടു. അതുകൊണ്ടാണല്ലോ യൂറോപ്പിൽ, അമേരിക്കയിൽ ഇത് വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കിയത്. അതായത് ഈ സമൂഹം എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് യൂറോപ്പിലെയും അമേരിക്കയിലും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ കണ്ടെത്തിയ മറുപടി, ഈ സമൂഹത്തിന് ഒരു വേദഗ്രന്ഥമുണ്ട്, ആ വേദഗ്രന്ഥമാണ് അവരുടെ പ്രചോദനം. ഇവർ ഇത്രയധികം പേർ കൊല്ലപ്പെട്ടിട്ടും, ഇത്രയധികം പേർ രക്തസാക്ഷികളായിട്ടും, ഇത്രയധികം ആളുകളുടെ വീടുകൾ മുഴുവനും 75% ആളുകളുടെ വീടുകൾ തകർന്നിട്ടും, 26,500 ആളുകൾ രക്തസാക്ഷികളായിട്ടും, 60,000-ത്തിലധികം ആളുകൾക്ക് മുറിവേറ്റിട്ടും എങ്ങനെയാണ് ഒരു സമൂഹം പിടിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടി യൂറോപ്പ് വേഗം കണ്ടെത്തി. പക്ഷെ നമ്മുടെ മുസ്ലിം ലോകത്തിന് ഇനിയും അത് കണ്ടെത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. യൂറോപ്പിന് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി. അങ്ങനെയാണ് ചില കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം യൂറോപ്പിലും അമേരിക്കയിലുമായി 30,000-ഓളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അവർ ഖുർആൻ കണ്ടിട്ടില്ല. ഈ ഇസ്ലാം സ്വീകരിച്ച ആൾ ഖുർആൻ കണ്ടിട്ടില്ല. അവരോട് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരാളും പ്രസംഗിച്ചിട്ടില്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരാളോടും അവരോട് ദഅവത്ത് നടത്തിയിട്ടില്ല. പക്ഷേ 2 കാലിൽ നടക്കുന്ന മുസ്ഹഫുകളെ അവർ ദൂരെ നിന്ന് കണ്ടു. 2 കാലിൽ നടക്കുന്ന ഖുർആൻ മുസ്ഹഫുകൾ രക്തസാക്ഷിത്വത്തെ ഏറ്റുവാങ്ങുന്നത് അവർ കണ്ടു. അവരുടെ പ്രചോദനം ഖുർആനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഖുർആൻ വായിക്കാൻ തുടങ്ങി. ഈ ഖുർആൻ വലിയ പ്രചോദനം നൽകുന്ന ഒരു വേദഗ്രന്ഥമാണ്. ഈ ഖുർആൻ അധിനിവേശം അംഗീകരിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന പുസ്തകമാണ്. ഈ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ തലകുലിക്കാൻ അനുവദിക്കാത്ത ഒരു ഖുർആനാണ്. ഈ ഖുർആൻ മുഖാവമ, റെസിസ്റ്റൻസ്, അക്രമത്തോട് പോരാടുവാൻ പ്രചോദനം നൽകുന്ന ഒരു വേദഗ്രന്ഥമാണ്.
എന്ന് മനസ്സിലാക്കിയിട്ടാണ് 30,000-ഓളം ആളുകൾ എങ്കിൽ ഈ കാലത്ത് സ്വീകരിക്കപ്പെടേണ്ട മതം പ്രത്യയശാസ്ത്രം ഇസ്ലാമാണ് എന്ന് തീരുമാനിക്കുന്നത്. ഇതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ മോഡലുകൾ, മാതൃകകൾ സമർപ്പിക്കുമ്പോൾ ആണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം വിജയിക്കുന്നത്. ഇതാണ് സയ്യിദ് ഖുത്ബ് പറഞ്ഞത്. മുസാഫിന് ഇവിടെ ഒരു വിപ്ലവവും സൃഷ്ടിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര കോടി മുസാഫുകൾ ഇറക്കിയാലും, എത്ര മത്സരങ്ങളിൽ പങ്കെടുത്താലും, എത്ര ഖുർആൻ ഹിഫ്ളാക്കിയാലും ഈ ഖുർആനെ 2 കാലിൽ നടക്കുന്ന മനുഷ്യനാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഖുർആനെ മൂലക്കിരുത്തി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പടച്ചവനെ, എൻ്റെ റബ്ബേ, എൻ്റെ ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ഖൗമി ഖുർആനെ ഒരു മൂലക്കൽ ഇരുത്തി എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഉൾപ്പെടുക. ഹാഫിലീങ്ങൾ നമ്മളെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒരു കോഴിക്കടയിൽ കയറി. കോഴി വെട്ടുന്ന ആളോട് ഞാൻ ചോദിച്ചു, കേരളത്തിൻ്റെ പുറത്തുള്ള ആളാണ്, നിങ്ങൾ എന്താണ്, എവിടെ നിന്നാണ്, എന്താണ് പഠിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹാഫിളാണ്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് കോഴി വെട്ടുന്ന ഹാഫിളുകളെ കാണാൻ പറ്റും. അവരും ഹാഫിളുകളാണ്. ഒക്ടോബർ 7 ഹമാസ് തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുവാൻ തെരഞ്ഞെടുത്തത് ഇസ്സുദ്ദീൻ അൽ ഖസ്സാം ബറ്റാലിയനിലെ ഹാഫിളുകളെ ആയിരുന്നു. ഇസ്സുദ്ദീൻ അൽ ഖസ്സാം ബറ്റാലിയനിൽ ഹാഫിളുകളുടെ ഒരു ബറ്റാലിയനുണ്ട്. വലിയ ഈമാനും അതുപോലെ തന്നെ വലിയ ഇസ്സത്തോടുകൂടി മുഖാവമ നടത്തുവാനുള്ള മനസ്സുമുള്ള വലിയ മനുഷ്യര്, ഖുർആൻ കൊണ്ട് നടക്കുന്ന മനുഷ്യര്. അപ്പൊ ഇവിടെ ഹാഫിലീങ്ങൾ കോഴിവെട്ടുകാരും അതുപോലെ തന്നെ അധസ്ഥിതരുമായി കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞ ഈ 365 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂമിയിൽ ഹാഫിളുകളാണ് ഏറ്റവും വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. 2 കൂട്ടരും ഓതുന്നത് ഒരേ ഖുർആനാണ്. 2 കൂട്ടരും പഠിച്ചിട്ടുള്ളത് ഒരേ ഖുർആനാണ്. എവിടെയാണ് വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓരോ ചോദ്യത്തിനും ഞാൻ ഹമാസിന്റെ നേതാക്കളെ കാണാറുണ്ട്. ഇസ്മായിൽ ഹനിയെയും ഖാലിദ് മിഷേലിനെയും കാണാറുണ്ട്. എന്താണ് ഫലസ്തീന് സംഭവിക്കുക എന്ന ആകാംക്ഷയോടുകൂടി പലപ്പോഴും നമ്മളെല്ലാവരും അവരെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഭാവി എന്താണ്, എങ്ങോട്ടാണിത് പോകുന്നത്, എന്താണ് സംഭവിക്കുക? ഇതിനെ മുഴുവനും നശിപ്പിച്ച് ഇസ്രായേല് സകല ലോകത്തുള്ള മുഴുവൻ മാരകമായ ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് ജനസോയിഡ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് രക്ഷപ്പെടുക? എല്ലാവരും ഒരായത്താണ് മറുപടി പറയാം, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. സഹായം, വിജയം എന്ന് പറയുന്നത് നെതന്യാഹു, ബൈഡനോ രാജാക്കന്മാരോ തീരുമാനിക്കുന്നതല്ല, അത് അള്ളയാണ് തീരുമാനിക്കുന്നത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. മറുപടി പറയുന്നത് അവരല്ല, ഖുർആനാണ്. അതുപോലെ തന്നെ ഇത്ര വലിയ ഒരു ശക്തിയോട്, ലോകത്ത് ആയുധ ശക്തിയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തോട് എങ്ങനെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുക? അമേരിക്കയും യൂറോപ്പും അറബ് രാജാക്കന്മാരും കൂടെ നിൽക്കുന്ന ഒരു രാജ്യത്തോട് നിങ്ങൾ ഏതാണ്ട് 1000-10,000 മാത്രമുള്ള ഒരു സൈന്യത്തെയും കൊണ്ട് 23 ലക്ഷം വരുന്ന ഒരു ചെറിയ തുരുത്തിലെ ജനങ്ങൾ എത്ര കാലം പിടിച്ചു നിൽക്കും? അവർ പറയും, അവര് നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളെ ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറം മുഹസ്സന ഔ മിൻ വറാഇ ജുദൂർ. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഈ ആളുകളുണ്ടല്ലോ, അവർ സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് മാത്രമേ നിങ്ങളോട് യുദ്ധം ചെയ്യുള്ളൂ. പേടി തൊണ്ടന്മാരാണ് അവര്. ഔ മിൻ വറാഇ ജുദൂർ, അല്ലെങ്കിൽ മതിലുകൾക്കും ബിൽഡിങ്ങുകൾക്കും പിന്നിൽ നിന്നിട്ടാണ് അവർ യുദ്ധം ചെയ്യുക. നിങ്ങൾ കാണുന്നില്ലേ ടിവിയില്? ജൂതന്മാര്, ജൂതപ്പട്ടാളം എല്ലാ സ്ഥലങ്ങളിലും നിൽക്കുന്നത് ഒരു വീടിന്റെ മറവിലായിരിക്കും. ഹമാസ് പോരാളികളെ പോലെ അവർ മൈതാനത്തിറങ്ങില്ല. ഖുർആൻ പറയാണ് മിൻ വറാഇ ജുദൂർ, മതിലുകൾക്കും ചുമരുകൾക്കും പിന്നിൽ നിന്നുകൊണ്ടായിരിക്കും അവർ യുദ്ധം ചെയ്യാം. പിന്നെ അല്ലാഹ് പറയുന്നത് എന്താ? ബഅ്സുഹും ബൈനഹും ശദീദ്. അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ കാണുന്നില്ലേ? യുദ്ധം നടക്കുമ്പോൾ പോലും
യുദ്ധ ക്യാബിനറ്റിലെ ആളുകൾ തമ്മിൽ അടിയാണ്. നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കാത്തത് യുദ്ധം അവസാനിക്കുന്ന ദിവസം അയാളുടെ അധികാരം നഷ്ടപ്പെടും. അത്രയധികം ആഭ്യന്തര പ്രശ്നങ്ങളാണ്. തഹ്സബുഹും ജമീഅ ഖുലൂബുഹും ശത്താ. നിങ്ങൾ വിചാരിക്കുന്നു അവരെല്ലാവരും ഒന്നാണ് എന്ന്, പക്ഷെ അവരുടെ ഹൃദയം മുഴുവനും വ്യത്യസ്തമാണ്. എന്നിട്ട് അള്ളാഹ് അവസാനം പറയുന്നത് അവർ ഖൗമുൻ ലാ യഅഖിലൂൻ, ലോകത്ത് വലിയ ബുദ്ധിരാക്ഷസന്മാരാണ് എന്ന് വിചാരിച്ചിട്ടാണല്ലോ അറബ് രാജാക്കന്മാര് ഇവരെ സ്ട്രാറ്റജികളായിട്ട് സ്വീകരിച്ചിട്ട് ഇവരെ പിന്നാലെ ഒപ്പിടാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. പക്ഷെ അള്ളാഹ് പറയുന്നത് ഖൗമുൻ ലാ യഅഖിലൂൻ, ബുദ്ധിയില്ലാത്തൊരു സമുദായം എന്നാണ് ഈ ജൂതന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്ര വലിയ ഒരു ശക്തിയോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് ഹമാസിനോട് നിങ്ങൾ ചോദിച്ചാൽ അവര് മറുപടി പറയാ ഈ ഖുർആന്റെ ആയത്ത് വെച്ചിട്ടാണ്. അവർക്ക് ഈ ആയത്ത് മതി. വലിയ സ്ട്രാറ്റജിസ്റ്റുകൾ, ലോകത്ത് മുഴുവനും ചാരക്കണ്ണുകളുള്ള മൊസാദുള്ള ഒരു വലിയ സംഘത്തോട് എങ്ങനെയാണ് ഇതൊന്നുമില്ലാത്ത നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വ വമിൻ റിബാത്തിൽ ഖൈൽ തുർഹിബൂന ബിഹി അദുവല്ലാഹ്. നിങ്ങൾ ഒരുങ്ങണം, നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ടാവണം, ഈമാൻ മാത്രം പോരാ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരുങ്ങിയിട്ട് തന്നെയാണ് യുദ്ധത്തിന് ഇറങ്ങിയിട്ടുള്ളത്. തുർഹിബൂന ബിഹി അദുവല്ലാഹ്, അള്ളാഹിന്റെ ശത്രുക്കളെ പേടിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ പ്രത്യേകത. ശത്രുക്കൾ കണ്ടാൽ പേടിക്കുന്നു. അപ്പോ ആയിരക്കണക്കിന് ടണലുകൾ, 500-ലധികം കിലോമീറ്ററുള്ള വലിയ വലിയ ടണലുകൾ, 80 മീറ്ററിലധികം ആഴങ്ങളുള്ള 60 മീറ്ററാണ് ഇസ്രായേൽ ഇതുവരെ കണ്ടുപിടിച്ച, ലോകത്ത് കണ്ടുപിടിച്ച മിസൈലുകൾക്ക്, ബോംബുകൾക്ക് തകർക്കാൻ പറ്റിയ 60 മീറ്റർ വരെ ആഴത്തിലുള്ള ടണലുകളാണ്. 80 മീറ്ററിലധികം ആഴമുള്ള ടണലുകൾ. ഞങ്ങള് ഈമാനോടൊപ്പം വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വ, ഒരുങ്ങാവുന്നതിന്റെ പരമാവധി ഒരുങ്ങാൻ അല്ലാഹ് പറഞ്ഞിട്ടുള്ളതൊക്കെ ഒരുങ്ങിയിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയിട്ടുള്ളത്. അതിനും അവര് മറുപടി പറയുന്നത് ഖുർആൻ കൊണ്ട് തന്നെയാണ്. അതുപോലെ നിങ്ങള് എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുക? വയസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ. ഞങ്ങൾ മനസ്സ് പതറാതെ പിടിച്ചു നിൽക്കുന്നത് വയസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ അല്ലാഹു പിടിച്ചു നിർത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ അവരുടെ കാല് അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. ഫിദ് ദുനിയ ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിലും ആഖിറത്തിലും അവരുടെ കാല് ഉറപ്പിച്ചു നിർത്തുന്ന പണി അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കാല് പതറുകയില്ല, അല്ലാഹു ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ മരിക്കാൻ കഴിയുന്നത് എന്നവരോട് ചോദിച്ചാൽ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഞങ്ങൾ മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്മായിൽ ഹനിയെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി മരിച്ച ദിവസമാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അപ്പോ അനുശോചനം അദ്ദേഹത്തോട് അല്ലാഹു അജ്റക്കും എന്നൊക്കെ പറഞ്ഞ് അനുശോചനം പറഞ്ഞപ്പോ വളരെ ഗൗരവത്തിലും വളരെ പിരിമുറുക്കത്തിലും ഇരുന്ന അദ്ദേഹം പല പ്രശ്നങ്ങളിലും പെട്ട് വലിയ ടെൻഷനിലിരിക്കുമ്പോ ഈ പേരക്കുട്ടിയുടെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചപ്പോ അദ്ദേഹം മനസ്സ് തുറന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗസയിലെ എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ പേരക്കുഞ്ഞ് മാത്രമല്ല. പക്ഷേ അൽഹംദുലില്ലാഹ് ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എൻ്റെ കുട്ടി വിചാരിച്ചത്. അതിനുവേണ്ടി അവൾ ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ പഠിക്കുകയായിരുന്നു. 1ാമത്തെ വർഷമായിരുന്നു. പക്ഷേ അവൾ രക്തസാക്ഷികളായി. ഞങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്, ഞങ്ങളുടെ പേരക്കുട്ടി സ്വർഗത്തിലെത്തി എന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ എന്ന് അദ്ദേഹം വലിയ ചിരിച്ചു, ഒരാഘോഷത്തോടു കൂടി അദ്ദേഹം മറുപടി പറഞ്ഞു. ഇതാണ് അവിടുത്തെ മനുഷ്യന്മാർ. കാരണം വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, മരിച്ചവരല്ല അവർ, ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന ഖുർആനാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ആരാണ് നിങ്ങൾ എന്ന് അവരോട് ചോദിച്ചാൽ അവര് റസൂലിന്റെ ഒരു ഹദീസ് പറയും, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗമുണ്ട്, അലൽ ഹഖ് ളാഹിരീൻ വലി അദുവിഹിം ഖാഹിരീൻ, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന ഒരു കൂട്ടർ
എൻ്റെ ഉമ്മത്തിലുണ്ടാകും. ഐനഹും യാ റസൂലല്ലാഹ്, എവിടെയായിരിക്കും അവർ? അവർ റിയാദിലും ദോഹയിലും അബൂദാബിയിലും ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും അല്ല, ബൈത്തുൽ മഖ്ദിസ് വഅക്നാഫി ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിലും ബൈത്തുൽ മഖ്ദിസിന്റെ അങ്കണത്തിലുമായിരിക്കും സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന എൻ്റെ ഉമ്മത്തിലെ തായിഫത്തുണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടരാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. നിങ്ങൾ വിജയിക്കോ? ഇൻ യൻസുറുക്കുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും. അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കൂട്ടർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നായിട്ടാണ് അവർ മറുപടി പറയുക. ലോകം മുഴുവനും നിങ്ങൾക്ക് നേരെ കെട്ടിപ്പൊളിഞ്ഞ് ആകെ പൊളിഞ്ഞു വീണ് എല്ലാവരും നിങ്ങൾക്ക് നേരെ വരികയാണല്ലോ എന്ന് പറഞ്ഞാൽ അവർ പറയും, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ജനങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, അവരെ പേടിക്കണം എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവൻ അവനാണ് എന്നായിട്ടായിരിക്കും അവർ ഓതുക. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഇങ്ങനെ ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ കാണുന്നുണ്ടാവും, ഓരോ തവണ അവർ വെടി ഉതിർക്കുമ്പോഴും വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ എന്ന ആയത്ത് ഓതിയിട്ടാണ് ഇത് വലിക്കുന്നത്, കാഞ്ചു വലിക്കുന്നത്. വമാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, നീയല്ല എറിയുന്നത്, നീയല്ല അമ്പെയ്യുന്നത്, വലാകിന്നല്ലാഹ റമാ, അല്ലാഹുവാണ് അമ്പെയ്യുന്നത്, അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും. ഈ ആയത്ത് ഓതിയിട്ടാണ് ഇത് വലിക്കുന്നത്. അങ്ങനെ ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം, ഖുർആൻ കൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ഒരു സമൂഹം, ഖുർആനിൽ ജീവിക്കുന്ന, ഖുർആനായിട്ട് നടക്കുന്ന, ഖുർആനും കൊണ്ട് നടക്കുന്ന ഒരു സമൂഹം. ചില ചിത്രങ്ങൾ ഉണ്ട്, നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. ഹമാസ് പോരാളികൾ അവർ ഭക്ഷണം പാകം ചെയ്യുന്നു, ഒരാൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മറ്റേ ആൾ ഖുർആൻ ഓതുകയാണ്. അയാള് ഖുർആൻ അവിടെ വെച്ചിട്ട് പാചകം ചെയ്യാൻ പോകുമ്പോൾ മറ്റേ ആൾ ഖുർആൻ എടുത്ത് ഓതുകയാണ്. ഇങ്ങനെ മുസ്ഹഫിനെ ജീവിതത്തിൽ നല്ല കെട്ടിപ്പൂട്ടി വെക്കുക മാത്രമല്ല, ജീവിതത്തിൽ അതിനെ കൊണ്ടു നടക്കുകയും, കയ്യിൽ മുസ്ഹഫ്, ഒരു കയ്യിൽ മുസ്ഹഫ് മറുകൈയിൽ തോക്കുമായിട്ട് പോകുമ്പോൾ മനസ്സിൽ മുഴുവനും മസ്തിഷ്കത്തിൽ മുഴുവനും മുസ്ഹഫ് കൊണ്ട്, ഖുർആൻ കൊണ്ട് നടക്കുന്ന ഒരു ഉമ്മത്തുണ്ടായി എന്നുള്ളതാണ് ആ ഉമ്മത്തിന്റെ വിജയരഹസ്യം. ഇങ്ങനെ സയ്യിദ് ഖുത്ബ് പറഞ്ഞതുപോലെ ഖുർആൻ ഗസയുടെ തെരുവുകളിലൂടെ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് യൂറോപ്പിലും അമേരിക്കയിലും വമ്പിച്ച അനുരണനങ്ങൾ ഉണ്ടായത്. ഈ ഖുർആൻ കാണിച്ചു കൊടുത്ത കാരുണ്യമനുസരിച്ച് ഹമാസിന്റെ പോരാളികൾ ലോകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിലെ മനുഷ്യരോട് കാണിച്ച കാരുണ്യമാണ് സെപ്റ്റംബർ 11 ഭീകരതയുടെയും അതേപോലെ തന്നെ ദായിഷിന്റെ, ഐസിസിന്റെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നതിന്റെയും കഴുത്തറുക്കുന്നതിന്റെയും താലിബാന്റെ അതേപോലുള്ള പ്രവർത്തനങ്ങളുടെയും മുഴുവനും എല്ലാ റെക്കോർഡുകളും മായ്ച്ചു കളഞ്ഞ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുവാൻ വളരെ ചെറിയ ഒരു സമയം മാത്രമേ ഹമാസിന്റെ പോരാളികൾക്ക് വേണ്ടി വന്നുള്ളൂ. ഖുർആനിൽ നിന്നാണ് അവർക്കിത് മുഴുവനും ലഭിച്ചത്. നമ്മൾ കൊണ്ട് നടക്കുന്ന ഖുർആനും അവർ കൊണ്ട് നടക്കുന്ന ഖുർആനും ഇതാണ്. സഹോദരന്മാരെ, എൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അതുകൊണ്ടൊരു മാറ്റം സാധ്യമാണോ? നമ്മുടെ ഖുർആൻ സമ്മേളനങ്ങൾ ഞാനും വന്ന് കുറേ പ്രസംഗിച്ച്, ഞാൻ പ്രസംഗിക്കാൻ പോരുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഞാനും വന്ന് കുറേ പ്രസംഗിക്കും, കുറേ ആളുകൾ പ്രസംഗിക്കും, നിങ്ങൾ പ്രസംഗം കേൾക്കും. പക്ഷേ ആ രണ്ട് കാലിൽ നടക്കുന്ന ഖുർആനുകൾ ലോകത്തുണ്ടാവാത്തിടത്തോളം കാലം നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ആ ഖുർആന്റെ മോഡലുകൾ മനുഷ്യരായിട്ട് ഈ ലോകത്ത് ഉണ്ടായി വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കുള്ള പ്രചോദനം നമുക്ക് ഇതേപോലുള്ള ഖുർആൻ സമ്മേളനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ ഈ സമ്മേളനം വിജയിച്ചു. അതല്ലാതെ നമ്മൾ ഇനിയും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ പോയി ഇനിയും ഖുർആന്റെ കുറേ ഖത്തം തീർക്കുകയും ഖുർആന്റെ അർത്ഥവും വ്യാഖ്യാനവും അതിൻ്റെ ആന്തരാർത്ഥവും മനസ്സിലാക്കാതെ ഖുർആനെ ബർക്കത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മളും ഉൾപ്പെടുകയും ചെയ്തു പോയാൽ
ഈ ഖുർആൻ ഈ ലോകത്ത് യാതൊരുവിധ വിപ്ലവവും സൃഷ്ടിക്കുവാൻ സാധ്യമല്ല എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് ഖുർആൻ്റെ ജീവൽ പതിപ്പുകളായിട്ട് ക്ഷമിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും തുണക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ ദീനിനെ വിജയിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ പങ്കാളിത്തം വഹിക്കാനുള്ള ഒരു നല്ല മനസ്സ് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ നല്ല നിയ്യത്ത് കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട്, അത് നമ്മുടെ തെളിഹിയത്ത് കൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിക്കുവാനും അള്ളാഹുവിന് വേണ്ടിയിട്ട് മരിക്കുവാനും ഉള്ള ആ വിധത്തിലുള്ള ഒരു തെളിഹിയത്ത്, ആ ഒരു മനസ്സോടുകൂടി ജീവിക്കുവാൻ ഷഹാദത്ത് ആഗ്രഹിച്ചുകൊണ്ട് മൻ മാത വലം യഗ്സു വലം യുഹദ്ദിസ് നഫ്സഹു ബിഗസ്വിൻ മാത മീതത്തൻ ജാഹിലിയ, പോരാടിയിട്ടില്ലാത്ത, പോരാടണം, ശത്രുവിൻ്റെ കൈകൊണ്ട് രക്തസാക്ഷിയാവണം എന്ന് വിചാരിക്കാത്ത ഒരാളുടെ മരണം, അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളുടെ മരണം ജാഹിലിയ മരണമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ആ ഒരു മനസ്സോടുകൂടി അള്ളാഹിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ജീവിക്കുവാനുള്ള ഒരു മനസ്സോടുകൂടി അയ്യുഹ്സമുദ്ദീനു വാന ഹയ്യുൻ, അള്ളാഹുവിൻ്റെ ദീൻ പരാജയപ്പെടുകയോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചതുപോലെ ചോദിച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നൊരു മനസ്സോടുകൂടി നമ്മൾ കാണുന്ന അബൂ ഉബൈദയുടെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഇന്നഹു ലജിഹാദ്, ഇത് ജിഹാദാണ്. ഇമ്മൻ നസ്ർ, ഒന്നുകിൽ വിജയം, ഇല്ല ഷഹാദ, അല്ലെങ്കിൽ രക്തസാക്ഷ്യം. ഈ ഒരു മാനസികാവസ്ഥയോടുകൂടി മുന്നോട്ട് പോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ജീവിതം ഖുർആൻ്റെ നേർപ്പതിപ്പുകളാക്കി മാറ്റുവാൻ, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഉറങ്ങാത്ത കണ്ണുകൊണ്ട് അവരെ സംരക്ഷിക്കുകയും അവരുടെ ശത്രുക്കളെ മുഴുവനും പരാജയപ്പെടുത്തുകയും അവൻ്റെ ദീനിൻ്റെ ഇസ്സത്ത് അവൻ ഉയർത്തിത്തരികയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعزنا بالإسلام وأعز الإسلام بنا يا أكرم الأكرمين. آمين برحمتك يا أرحم الراحمين.